അപ്പോൾ എനിക്ക് ഇവിടെ സെറ്റിൽ ആകണം എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ ഞാൻ കേരളത്തിൽ എന്നുകൊണ്ട് ചെയ്യണം? ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ ഓസ്ട്രേലിയയുടെ സ്കിൽഡ് ഒക്കുപേഷൻ ലിസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ വർഷവും അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഇത് മൈഗ്രേഷൻ നടക്കുന്നത് തന്നെ ആ രാജ്യത്തിൽ ഷോർട്ടേജുള്ള, അവർക്ക് നികത്താൻ സാധിക്കാതുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ വിദേശത്തു നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഏതൊക്കെ ഒക്കുപേഷൻ ആണ് നമുക്ക് അവിടെ ഷോർട്ടേജ് ഉള്ളതെന്ന് മനസ്സിലാക്കി നമ്മുടെ ക്വാളിഫിക്കേഷൻ അതാണെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ ഒരു ഇംഗ്ലീഷ് രാജ്യമാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പരിജ്ഞാനമില്ലാതെ അവിടേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല. അപ്പം IELTSO PTO എന്തൊക്കെയാണോ നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന IELTS സ്കോർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ അത് മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം അവിടേക്ക് വരുന്നത് പോയിന്റ് ബേസ്ഡ് ആയിട്ട്, നമ്മൾ പൊതുവേ അത് പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ എന്ന് പറയും. ഇപ്പോൾ ഏജിന് പോയിന്റ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് പോയിന്റ് ഉണ്ട്, എഡ്യൂക്കേഷന് പോയിന്റ് ഉണ്ട്, അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിന് പോയിന്റ് ഉണ്ട്. അങ്ങനെ കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് കൂടുതലായിട്ട് അവിടേക്ക് ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുണ്ടല്ലേ?